പ്യാരെ ബച്ചോ, നമസ്കാർ. ഞാനിന്ന് എടുക്കുന്നത് മൂന്നാമത്തെ പാഠമാണ്. ആ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ടൂട്ടാ പഖിയ എന്നുള്ള പാഠമാണ് എടുക്കുന്നത്. ടൂട്ടാ പഖിയ എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതിയാണ്. ഇതൊരു കവിതയാണ്. ഇത് ധർമ്മവീർ ഭാരതിയാണ് എഴുതിയിരിക്കുന്നത്. ധർമ്മവീർ ഭാരതി 1926 ഡിസംബർ 25 ഇലഹബാദിലാണ് ജനിച്ചത്. 1997 സിതംബർ 4 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഒരു പ്രമുഖനായ ലേഖകനാണ്, കവിയാണ്, നാടകകാരനാണ്, അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. സമൂഹത്തിൻ്റെ സാമൂഹ്യ വിചാരകൻ കൂടിയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ, സംഗീത നാടക അക്കാദമി, ഭാരതി, വ്യാസ് സമ്മാൻ മുതലായ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇത് പുരാണ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കവിത ടൂട്ടാ പഖിയ. അതായത് ഈ കഥയിൽ നമുക്കറിയാം, അഭിമന്യു, അർജുനൻ്റെയും സുഭദ്രയുടെയും പുത്രനായിരിക്കുന്ന അഭിമന്യു, ശ്രീകൃഷ്ണൻ്റെ പെങ്ങള് സുഭദ്ര, അവരുടെ മകനായിരിക്കുന്ന അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട് മരിക്കുകയാണ്. അങ്ങനെ ആ അഭിമന്യുവിനെ എന്ന് പറയുന്നത് അധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് അഭിമന്യു. ആ അഭിമന്യുവിനെ ആയിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളുടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളുടെ അവരുടെ നിയമത്തിൽ, ആ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് നമുക്ക്. അങ്ങനെ ഉള്ളതാണ് നമ്മുടെ ആ ഒരു നിയമമാണ് ഇവിടെയുള്ളത്. അതിനെതിരായിട്ടും നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയുമാണ് ഇവിടെയുള്ളത്. അങ്ങനെ ആ ചക്രവ്യൂഹത്തിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു കവിതയാണിത് ധർമ്മവീർ ഭാരതി എഴുതിയിരിക്കുന്നത്. പുരാണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. കൗരവരും പാണ്ഡവരും, കൗരവർ എന്ന് പറഞ്ഞാൽ 101, പാണ്ഡവർ 5. അങ്ങനെ അവർ തമ്മിലുള്ള, അതായത് ഭരിക്കപ്പെടുന്നവർ കൗരവന്മാരും ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ കൗരവന്മാരും ഭരിക്കപ്പെടുന്ന നമ്മൾ പാണ്ഡവന്മാരുമായിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടൂട്ടാ പഖിയ എന്ന് പറയുന്നത് പൊട്ടിയ ചക്രമാണ്. പഖിയ എന്ന് പറഞ്ഞാൽ ചക്രം എന്നാണ് അർത്ഥം. ടൂട്ടാ പഖിയ, നമ്മൾ എന്ത് സാധനം പൊട്ടിയ ഒരു കഷ്ണമാണെങ്കിലും, ചക്രമാണെങ്കിലും ഒരു കഷ്ണമാണെങ്കിൽ നമ്മളതെടുത്ത് കളയും. നമ്മളൊന്നും അങ്ങനെ കളയാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരത്തിനെത്തും എന്നതാണ്. ഒന്നും ഈ ലോകത്തിൽ ഉപയോഗശൂന്യമായ ഒരു സാധനവുമില്ല, എല്ലാം ഉപയോഗമുള്ളതാണ് എന്നാണ് പറയുന്നത്. ചിലർ പറയും, ഇനി എന്തിനു പറ്റൂടോ, ഇന്നെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഓരോരുത്തരുടേതായ ഇതിനനുസരിച്ച് കൊള്ളുന്ന ആൾക്കാരാണ്. ഒന്നിനൊരാൾക്ക് കഴിവില്ലേ വേറൊരു കാര്യത്തിൽ മറ്റേ ആൾക്ക് കഴിവുണ്ടാവും. ഇതാണ് ഇതിൽ പറയുന്നത് ടൂട്ടാ പഖിയ. ശ്രദ്ധിക്കുക കവിത. മേ രദ് കാ ടൂട്ടാ ഹുവാ പഖിയാ ഹും ലേകിൻ മുझे फेंको मत क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्यावास को अपने ब्रह्मास्त्र से कुचल देना चाहे. तब में रद का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं. मैं रद का टूटा हुआ पहिया हूं लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा जुटी पड़ जाने पर क्या जाने सच्चाई
टूटे हुए पहियों का श्रेले. ടൂട്ടാ ഹുവ പഹിയ. ടൂട്ട എന്ന് പറഞ്ഞാൽ ടൂട്ടിന പൊട്ടിയ, പഹിയ ചക്രം. ടൂട്ട പൊട്ടിയ, ടൂട്ടിന പൊട്ടുക, ടൂട്ട പൊട്ടിയ, പൊട്ടിയ. രത് രഥം, പഹിയ ചക്രം. ഫേങ്കിന എറിയുക, മത്ത് അരുത്. ഫേങ്കോ മത്ത് വലിച്ചെറിയരുത്, എറിയരുത്. ശ്രദ്ധിക്കുക. മേ രത് കാ ടൂട്ടാ ഹുവാ പഹിയാഹും ലേക്കിൻ മുജേ ഫേങ്കോ മത്ത്. മേ ഞാൻ. രത് കാ ടൂട്ടാ ഹുവാ പഹിയാഹും, രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് ഞാൻ. രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് ഞാൻ. ലേക്കിൻ എന്നാൽ, പക്ഷേ, പരന്തു, പർ എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ, എന്നാൽ മുജേ ഫേങ്കോ മത്ത്, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഞാൻ പൊട്ടിയ രഥത്തിന്റെ ചക്രമാണ് ഞാൻ എന്ന് കണക്കാക്കി നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹ് മേ അക്ഷൗണി സേനാവും കോ ചുനൗതി ദേത്താ ഹുവാ. ക്യാ ജാനെ, ജാനിന അറിയുക, ഖബ് എപ്പോൾ, ക്യാ എന്ത്, എപ്പോൾ എന്താണെന്നാർക്കറിയാം. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് ഞാൻ, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഇതെന്ത് പൊട്ടിയൊരു ചക്രം, കഷ്ണം, ഒരു കഷ്ണം, ചക്രത്തിന്റെ കഷ്ണം പോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്. ലേക്കിൻ മുജേ ഫേങ്കോ മത്ത്, മത്ത് അരുത്. മത്ത് എന്ന് പറഞ്ഞാൽ അരുത് എന്നുണ്ട്, മത് അഭിപ്രായം എന്നുണ്ട്, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ അരുത്. മുജേ ഫേങ്കിന, ഫേങ്കിന എറിയുക, മുജേ ഫേങ്കോ മത്ത്, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഞാൻ പൊട്ടിയ രഥത്തിന്റെ ചക്രമാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, എപ്പോഴെന്താണെന്ന് ആർക്കറിയാം. ഈ ദുരൂഹ് ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ദുസ്സഹമായ ഈ ചക്രവ്യൂഹത്തിൽ, ചക്രവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രത്തിന്റെ ആകൃതിയിലുള്ള സേനാവിന്യാസം, അത് വൃത്താകൃതിയിലുണ്ടാകുക. ചക്രം എന്ന് പറയുന്നത് എന്തെന്നാ, വൃത്തത്തിലല്ല ഉണ്ടാകുക. ആ വൃത്താകൃതിയിലുള്ള ചക്രത്തിന്റെ, ആ വൃത്താകൃതിയിലുള്ള സൈന്യങ്ങളെ വിന്യസിക്കുക, സേനകളെ എങ്ങനെ വിന്യസിക്കുക വൃത്താകൃതിയിൽ. നിങ്ങൾ ഈ ആഗസ്റ്റ് 15 പിന്നെ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ, ജനുവരിയിൽ 26 റിപ്പബ്ലിക് ഡേ ഒക്കെ കാണുന്നില്ലേ നിങ്ങൾ? അതിലൊക്കെ സൈന്യങ്ങൾ പരേഡ് ഇതെല്ലാം കാണുന്നില്ലേ? ശരിക്കും ഇന്ത്യൻ്റെ ഭൂപടം പോലെ ശരിക്ക് സൈന്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, പല കളറിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുന്നില്ലേ? അതുപോലെ യുദ്ധത്തിന് ചക്രവ്യൂഹം തീർക്കുക, ചക്രത്തിന്റെ ആകൃതിയിലുള്ള സേനാവിന്യാസം, അതാണ് ചക്രവ്യൂഹം. ഇത് വൃത്താകൃതിയിലാണ്, സൈന്യങ്ങളെ ഇങ്ങനെ വൃത്താകൃതിയിൽ നിപ്പിക്കുക, ചക്രവ്യൂഹം. ഇത് ദ്രോണാചാര്യരുണ്ടാക്കിയതാണ്, ദ്രോണാചാര്യ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ദുസ്സഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗണി സേന ഓങ്കോ, അക്ഷൗണി സേന എന്ന് പറഞ്ഞാൽ വലിയ സൈന്യ വിഭാഗമാണ് അക്ഷൗണി സേന, വലിയൊരു സൈന്യ വിഭാഗം. അതില് 21,870 രഥങ്ങളും ആനകളുമുണ്ട്. 21,870 ആനകളും രഥങ്ങളും, 65,610 കുതിരകൾ, 1,09,350 കാലാൽപ്പട. ഇങ്ങനെയുള്ളൊരു വലിയ സൈന്യ വിഭാഗമാണ് അക്ഷൗണി സേന. ആ അക്ഷൗണി സേനയെ ചുനൗത്തി, ചുനൗന വെല്ലുവിളിക്കുക, വെല്ലുവിളിച്ചുകൊണ്ട്, അക്ഷൗണി സേനയെ വെല്ലുവിളിച്ചുകൊണ്ട്, കോയി ദുസ്സാഹസി അഭിമന്യു,
ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്നിട്ട് വലയം ചെയ്യപ്പെടില്ലെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തില് അക്ഷൗണി സേനകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അഭിമന്യു ഇവിടെ വളയപ്പെടില്ലെന്ന് ആർക്കറിയാം? അല്ലെങ്കിൽ വളയപ്പെടാൻ ഗിർണ വളയുക. അപ്നെ പക്ഷിക്കോ असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्यावास को अपने ब्रह्मास्त्र से कुचल देना चाहे. अपने पक्ष को തങ്ങളുടെ പക്ഷത്ത് അസത്യ ജാനത്തെ ഹുയേ ബി ജാനിന അറിയുക, നഹീൻ ജാനിന അറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. അസത്യ ജാനത്തെ ഹുയേ ബി തങ്ങളുടെ പക്ഷത്ത് അസത്യമാണെന്ന് അറിഞ്ഞിട്ടുകൂടി ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ ഭരിക്കുന്നവര് അവർക്കറിയാം അവര് കൊണ്ടുവരുന്ന നിയമവും കാര്യങ്ങളൊക്കെ സാധാരണക്കാരന്റെ മേലേക്ക് ഉണ്ടാവും. എന്തുങ്ങൾ എടുത്തു നോക്കിയപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമൊന്നും പറയുന്നതല്ല. ആര് മാറി മാറി വരുന്ന ഭരണകർത്താക്കള് ഭരിച്ചുകൊണ്ടിരിക്കുന്നവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമങ്ങള് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പിനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയേ ബി തങ്ങളുടെ പക്ഷത്ത് അസത്യമാണെന്നറിഞ്ഞിട്ടുകൂടി ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ അകേലി നിഹത്യാവാസുക്കോ. അകേലി എന്ന് പറഞ്ഞാൽ ഏകാകിയായ, തനിയെ, തനിച്ച്, ഒറ്റയ്ക്ക്. നിഹത്യാവാസുക്കോ നിഹത്യ നിരായുധന്റെ, ആവാസ് ശബ്ദം, നിഹത്യ എന്താ? നിഹത്യ നിരായുധൻ, ആയുധമില്ലാത്തവൻ, ആവാസ് ശബ്ദം. അകേലി നിഹത്യാവാസുക്കോ ഏകാകിയായിട്ടുള്ള നിരായുധന്റെ ശബ്ദത്തെ, നിരായുധന്റെ ശബ്ദത്തെ അപ്നെ ബ്രഹ്മാസ്ത്രസേ, ബ്രഹ്മാസ്ത്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ശക്തിയുള്ള ഒരു ദിവ്യാസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. അപാര ശക്തിയുള്ള ദിവ്യാസ്ത്രം. തങ്ങളുടെ ദിവ്യാസ്ത്രം കൊണ്ട് അപാര ശക്തിയുള്ള ആ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. എന്താ? തന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് കുജൽ ദേനാ ചാഹേൻ, കുജൽ ദേനാ ചവിട്ടി മെതിക്കുക, ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചാൽ, ചാഹ് ആഗ്രഹം. അതായത് ഭരിക്കുന്നവൻ തങ്ങളുടെ പക്ഷത്ത് അസത്യമാണെന്ന് അറിഞ്ഞിട്ടുകൂടി ഭരിക്കുന്ന ആൾക്കാർ ഏകാകിയായിട്ട് ഒറ്റയ്ക്ക് ശബ്ദമുയർത്തുന്നവന്റെ അവന്റെ നിയമം ഉപയോഗിച്ച് ഏകാകിയായിട്ടുള്ള ആയുധമില്ലാത്തവന്റെ, കയ്യിലില്ലാത്തവന്റെ ആ ശബ്ദത്തെ തങ്ങളുടെ ബ്രഹ്മാസ്ത്രം, തങ്ങളുടെ നിയമം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചാൽ, അതാണ് അപ്പിനെ പക്ഷിക്കോ असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्यावास को अपने ब्रह्मास्त्र से कुचल देना चाहे. तब मैं അപ്പോൾ ഞാൻ രഥ കാ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രമായ ഞാൻ, രഥത്തിന്റെ പൊട്ടിയ ചക്രമായ ഞാൻ ഉസ്കെ ഹാത്തോ മേ, അവന്റെ കൈകളിലെ, ഹാത്ത് കൈ, അവന്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രം സേ, ആ ദിവ്യാസ്ത്രത്തെ, ബ്രഹ്മാസ്ത്രത്തോട് ലോഹാലേ സക്താഹും. ലോഹാലേന സാമ്ന കർണ, മറ്റൊരു വാക്കാണ് ഹിന്ദിയിലെ ലോഹാലേന, പരീക്ഷയ്ക്ക് ചോദിക്കാം. സാമ്ന കർണ, യുദ്ധ കർണ, മറ്റൊരു വാക്കാണ് യുദ്ധ കർണ. ലോഹാലേ സക്താഹും, തന്റെ ബ്രഹ്മാസ്ത്രത്തോട്
അവന്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രത്തോട് ലോഹാലേ സത്താകും, എതിർത്തു നിൽക്കാൻ കഴിയും, യുദ്ധം ചെയ്യാൻ കഴിയും. അതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? തങ്ങളുടെ പക്ഷത്ത് അസത്യമാണെന്നറിഞ്ഞിട്ടുകൂടി വലിയ വലിയ മഹാരഥന്മാർ ഏകാഗിയായിട്ടുള്ള നിരായുധന്റെ ശബ്ദത്തെ, ആയുധമില്ലാത്തവന്റെ ശബ്ദത്തെ തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചാൽ, അപ്പോൾ എനിക്ക്, എന്ന് പറഞ്ഞാൽ ഞാൻ, ഇവിടെ എനിക്ക് രഥത്തിന്റെ പൊട്ടിയ ചക്രമായ ഞാൻ അവന്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയും. മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാകും, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുജേ ഫേങ്കോ മത്ത്, അതുകൊണ്ട് എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഞാനൊരു നിസ്സാരക്കാരനാണെന്ന് വിചാരിച്ച് എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാകും, ലേക്കിൻ മുझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अछौनी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्यावास को अपने ब्रह्मास्त्र से कुचल देना चाहे, तब में रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു ഞാൻ. ലേക്കിൻ മുझे फेंको मत, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. क्या जाने कब इस दुरूह चक्रव्यूह में अछौनी सेनाओं को चुनौती देता हुआ, ഈ എപ്പോഴെന്താണെന്നാർക്കറിയാം, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തില് അക്ഷൗണി സേനകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്നിട്ട് വലയം ചെയ്യപ്പെടില്ലെന്ന് ആർക്കറിയാം. തങ്ങളുടെ പക്ഷത്ത് അസത്യമാണെന്നറിഞ്ഞിട്ടുകൂടി വലിയ വലിയ മഹാരഥന്മാർ ഭരണകർത്താക്കള് അകേലി നിഹത്യാവാസിക്കു, ഏകാഗിയായ നിരായുധന്റെ ശബ്ദത്തെ അപ്നെ ബ്രഹ്മാസ്ത്ര സേ കുചൽ ദേനാ ചാഹേ, തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചാൽ, തബ് മേ, അപ്പോൾ രഥ കാ ടൂട്ടാ ഹുവാ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं, അപ്പോൾ രഥത്തിന്റെ പൊട്ടിയ ചക്രമായ ഞാൻ അവന്റെ ഹാത്ത് കൈകളിലെ ബ്രഹ്മാസ്ത്രത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയും. മേ രഥ കാ ടൂട്ടാ ഹുവാ पहिया हूं, लेकिन मुझे फेंको मत। മേ, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. അങ്ങനെയാണെങ്കിൽ തന്നെ, പക്ഷേ എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഇതിഹാസോങ്കി സാമൂഹിക ഗതി സഗസാ ജൂട്ടി പട് ജാനെ പർ ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയേ പഹിയോങ്കാ ആശ്രയിലെ. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം, എഴുതിയെടുക്കുക. ഇതിഹാസ് ചരിത്രം. സാമൂഹിക ഗതി എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള പ്രവാഹം, സാമൂഹികമായ ഗതി. അതാണ് കൂട്ടായിട്ടുള്ള, സാമൂഹികം എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള പ്രവാഹം. സഗസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ജൂട്ടി എന്ന് പറഞ്ഞാൽ കളവും നടത്തേണ്ട, ഇവിടെ പ്രയോജനമില്ലാതാകുക. ജൂട്ടി പഡിന എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാതാകുക. സച്ചായി സത്യം,
അപ്പം മനസ്സിലല്ല ടൂട്ടേഹുയെ പഹിയോങ്ക ആശ്രയിലെ. ഇതിഹാസോങ്കി സാമൂഹിക ഗതി, ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി. ചരിത്രം, ഇവിടെ ചരിത്രം എന്ന് പറയുന്നത് എന്താ? ഒരു സമയത്ത് ഒരു ഒരു കക്ഷി ഭരിക്കുന്നു, അവർ ഭരണത്തിലിരിക്കുന്നു. അടുത്ത വർഷം പ്രതിപക്ഷമുള്ളത് ഭരണപക്ഷത്ത് വരുന്നു. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താ? അന്നന്ന് കഷ്ടത്തിൽ ഇങ്ങനെ ഭരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ചരിത്രം, അതാണ് ചരിത്രം ഇങ്ങനെ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ചരിത്രം ഇതിഹാസോങ്കി സാമൂഹിക ഗതി. ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി സഹസ പെട്ടെന്ന് എന്നുള്ളതിന് മറ്റൊരു വാക്കെന്താ? ജൽദി. അറിയില്ലേ? ജൽദി, ഇമീഡിയറ്റ്ലി, സഡൻലി, ക്വിക്ക്ലി, പെട്ടെന്ന്, ഏകദം പെട്ടെന്ന്, ജൽദി പെട്ടെന്ന്, സഹസ പെട്ടെന്ന്. ജൂട്ടി പട് ജാനെ പർ, പ്രയോജനമില്ലാതാകുമ്പോൾ. ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ, പ്രയോജനമില്ലാതാകുമ്പോൾ. ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാതാകുമ്പോൾ. ആർക്കറിയാം? എങ്ങനെ അറിയാം? ആർക്കറിയാം? സച്ചായി ടൂട്ടേ പഹിയോങ്കാശ്രയിലെ, സത്യം പൊട്ടിയ രഥചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന് ആർക്കറിയാം? സത്യം പൊട്ടിയ രഥചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന് ആർക്കറിയാം? ടൂട്ടാപഹിയ എന്ന് പറഞ്ഞ ഇവിടെ ശരിക്കും ലഘുമാനവാണ്. അതായത് ചരിത്രങ്ങളുടെ ഇതിഹാസോങ്കി സാമൂഹിക ഗതി, ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ, പെട്ടെന്ന് സഹസ ജൂട്ടി പട് ജാനെ പർ, പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ. ക്യാ ജാനെ സച്ചായി ടൂട്ടേ പഹിയോങ്കാശ്രയിലെ, സത്യം പൊട്ടിയ രഥചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന് ആർക്കറിയാം? അതാണ്. ഒന്നും കൂടി പറയാം. മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാഹും ലേക്കിൻ മുझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए, अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्य आवाज को अपने ब्रह्मास्त्र से कुचल देना चाहे, तब में रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। ഇതിഹാസോങ്കി സാമൂഹിക ഗതി സഹസാ ജൂട്ടി പട് ജാനെ പർ, ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയേ പഹിയോങ്കാശ്രയിലെ. ഒന്നുകൂടി മലയാളം പറയാം. മേ ഞാൻ, രഥ കാ ടൂട്ടാ ഹുവാ പഹിയാഹും രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു ഞാൻ. ലേക്കിൻ മുझे फेंको मत, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് ഞാൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, എപ്പോഴെന്താണെന്ന് ആർക്കറിയാം? എപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം? ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ദുസ്സഹമായ ചക്രവ്യൂഹത്തില് അക്ഷൗണി സേനാവുങ്കോ ചുനൗത്തി ദേത്ത, അക്ഷൗണി സേനകളെ
വെല്ലുവിളിച്ചുകൊണ്ട് കൊയ്തു സാഹസി അഭിമന്യു ആക്കർ ഗിർജായെ, ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്നിട്ടിവിടെ വലയം ചെയ്യപ്പെടില്ലെന്ന് ആർക്കറിയാം? അഭിമന്യു വന്നിട്ട് അഭിമന്യു വരെ ഇവിടെ വളയപ്പെടില്ലെന്ന് ആർക്കറിയാം? അപ്നെ പക്ഷക്കു അസത്യ ജാൻതേ ഹുയേ ഭി, തങ്ങളുടെ പക്ഷത്ത് അസത്യമാണെന്നറിഞ്ഞിട്ടും ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ അകേലി നിഹത്യാവാസുക്കോ, ഏകാഗിയായ അകേലി തനിയെ ഏകാഗിയായ നിരായുധന്റെ ശബ്ദത്തെ അപ്നെ ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേനാ ചാഹിം, തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചാൽ തബ് മേ, അപ്പോൾ എനിക്ക്, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമായ ഞാൻ ഉസ്കേ ഹാത്തോ മേ, അവരുടെ കൈകളിലെ ബ്രഹ്മാസ്ത്രം കൊണ്ട്, അവരുടെ കൈകളിലെ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ നിയമങ്ങളാണ്, ഭരിക്കുന്നവന്റെ നിയമമാണ് അവന്റെ കയ്യിലെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. അപാര ശക്തിയുള്ള ദിവ്യാസ്ത്രം എന്ന് പറയുന്നത് അവന്റെ കൈകൾ, അവന്റെ നിയമമാണ്, ഭരിക്കുന്നവന്റെ കയ്യിലെ നിയമമാണ്. അതുകൊണ്ട് ആ നിയമത്തെ ലോഹാലയ ശക്താകും, എതിർത്ത് നിൽക്കാൻ കഴിയും. അതിനോട് അവന്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയുമിരിക്കുക. പഹിയാകും, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ലേഖിൻ മുജേ ഫേങ്കോ മത്ത്, അതുകൊണ്ട് അല്ലെങ്കിൽ എന്നാൽ നിങ്ങൾ എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസോങ്കി സാമൂഹിക ഗതി, ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി. സഗസാ ജൂട്ടി പഠിച്ചാനേ പർ, പെട്ടെന്ന് പ്രയോജനമില്ലാതാകുമ്പോൾ, കള്ളമായി ഭവിക്കുമ്പോൾ, ക്യാ ജാനേ, ആർക്കറിയാം, എങ്ങനെ അറിയാം, ആർക്കറിയാം, സച്ചായി ടൂട്ടേ പഹിയോങ്കാസയിലെ, സത്യം പൊട്ടിയ രഥചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന് ആർക്കറിയാം എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഈ കവിത. ഈ കവിതയുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും, ഈ കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ചോദ്യോത്തരമുണ്ട്. ആ ചോദ്യോത്തരം ഇതിൻ്റെ കൂടെ തന്നെ തരുന്നതായിരിക്കും. അതൊക്കെ ശരിക്കും നോക്കി എഴുതിയെടുത്ത് അത് ഞാൻ ഇതിൽ PDF ആയിട്ട് ഇതിൽ തരുന്നുണ്ട്. അത് അസലായിട്ട് എന്ത് ചെയ്യുക, നോക്കി പഠിക്കുക. സംശയങ്ങളുണ്ടെ ചോദിക്കുക. ഇതില് ചോദ്യമുണ്ട്. അപ്നെ പക്ഷക്കോ അസത്യ ജാൻതേ ഹുയേ ഭി, ബഡേ ബഡേ മഹാരഥി अकेली निहत्यावास को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन പക്തിയോं का ആശയ पर ചർച്ച करें. ഈ വരികളുടെ അർത്ഥങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം വരുന്നത് തബ് മേരത് കാട്ടുട്ടാ ഹുവാ പഹിയ उसके हाथों में ब्रह्मास्त्रों से लोकाले सकता हूं. ഇതില് ഇൻ പക്തിയോ മേ ചർച്ചിത് പൗരാണിക സന്ദർഭ വർത്തമാൻ പരിവേഷ് മേ കഹാം തക് പ്രാസംഗിക. ഇതിൽ പറഞ്ഞിരിക്കുന്ന പുരാണ സന്ദർഭം ഇന്നത്തെ ചുറ്റുപാടുമായിട്ട് എത്രത്തോളം യോജിച്ചതാണ് എന്നാണ് ചോദിക്കുന്നത്. വർത്തമാൻ പരിവേഷ്മേ, ഇന്നത്തെ ചുറ്റുപാടുമായിട്ട് എത്രത്തോളം അത് യോജിക്കുന്നു. അടുത്തത് വരുന്നത് ഇതിഹാസ് की सामूहिक गति सहसा जुटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय इन पक्तियों से कवि क्या बताना चाहते हैं. ഈ വരികളിൽ കൂടി കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ചാഹ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്. ചാഹ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്. അപ്പൊ എന്താണ് ഇതിൽ കവി പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ചോദ്യവും ഉത്തരവും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ടിപ്പണി, ഇതിൻ്റെ ആശയം ഒക്കെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ സഹി മിലാൻകരെ യോജിപ്പിച്ച് എഴുതേണ്ടത് കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വന്ന 2-3 ചോദ്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക.
ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. സംശയമുണ്ട് ചോദിക്കണം. സംശയങ്ങളൊന്നും ആരും ഇതുവരെ ചോദിച്ചതായിട്ട് കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന സംശയം ഇല്ല എന്ന്. അപ്പോൾ സംശയം ചോദിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ്.